ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഷെഫിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയൊരു സർപ്രൈസ് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേങ്കിൽ എന്തായാലും ഓനൊരു ഡൗട്ടൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ ഫുൾ എന്താ ചെയ്യണമെന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഫുഡിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിലും എല്ലാത്തിനും പിന്നെ ഷെഫിൻ്റെ ഹെൽപ്പില്ലാണ്ടിക്ക് സ്വന്തം അങ്ങോട്ട് നടക്കുന്നില്ല. ഫുഡൊക്കെ അവിടെ നിൽക്കട്ടെ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നമ്മൾ ഷാലുവിൻ്റെ വെഡ്ഡിങ്ങിൻ്റെ സെറ്റിങ്സൊക്കെ ചെയ്ത ഒരാളാട്ടോ. ഓളെ ഞാൻ അന്ന് കമ്പനി ആയി, കാരണം എനിക്ക് നല്ല ഇഷ്ടമായി ഓളെ വർക്കൊക്കെ. അപ്പോൾ ഓളോട് ഞാൻ പറഞ്ഞിരുന്നു ഷെഫിൻ്റെ ബർത്ത്ഡേ ഉണ്ടെങ്കിലും ഐഷുവിൻ്റെ ബർത്ത്ഡേ ഉണ്ടെങ്കിലൊക്കെ ഞാൻ എന്നെ തന്നെ വിളിക്കേണ്ടതെന്ന്. അപ്പോൾ ഞാൻ ഓളെ വിളിച്ച്, ഷെഫി അതൊന്നും അറിയില്ല. പിന്നെ മുബാസിനെ വിളിച്ചിട്ടും ഫോൺ എടുക്കണേ ഇല്ല. അങ്ങനെ ഞാൻ വിളിച്ച് ഞാനോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കേക്കെങ്കിലും കൊണ്ടു തരണം കേട്ടോ എന്ന്. അപ്പോൾ അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഓള് വന്നിക്കണം. അപ്പോൾ പറ്റും പോലൊക്കെ ഞങ്ങൾ ആ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. സെറ്റ് ചെയ്യുന്നതൊക്കെ ആയിട്ട് വർക്ക് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സത്യം പറയാലോ, ഒന്ന് സ്പെഷ്യൽ ഫുഡൊന്നും ഉണ്ടാക്കിയില്ല. എനിക്കെന്തോ ഒരു ജാതി. ഓൾ പറയുന്നുണ്ട് ഫുഡ് കഴിക്കാണ്ട് നിങ്ങളെ വക ഫുഡില്ലാണ്ട് ഞങ്ങൾ പോലെ. അപ്പം ഞാൻ സത്യത്തിലും സാദാ ചോറാ വെച്ചതാ. നോക്കി, സാദാ ചോറ് വെച്ചിക്കണ്, പച്ചക്കറി വെച്ചിക്കണ്, ചിക്കൻ പൊരിക്കാൻ വേണ്ടി പൊരിച്ച് വെക്കുകയും കൂടി ചെയ്തിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഷെഫി അറിയാണ്ട് എനിക്ക് അങ്ങനെ ഒരു ഫുഡ് വാങ്ങാൻ, ഫുഡ് ചോദിക്കാൻ, ഏൽപ്പിക്കാൻ എൻ്റെ അടുത്ത് നമ്പറും ഇല്ല. ആദ്യം ഞാൻ സ്വന്തമാകുമ്പോൾ എല്ലാ റെസ്റ്റോറൻറ്റിലെയും നമ്പർ, പക്ഷെ എന്തെന്നോ എൻ്റെ കല്യാണം കഴിച്ചതിന് ശേഷം നമ്പർ ഫോണിൽ നിന്ന് എങ്ങനെയോ ഡിലീറ്റ് ആയി പോവുകയും ചെയ്തിരിക്കണേ. എന്നാലും നമ്മൾ ഫസ്റ്റ് വിളിക്ക് നമ്മൾ കുറച്ച് ചായ കൊടുക്കുക. എന്താ അവർക്ക് ചായ ഒക്കെ എടുത്ത് വെച്ചിന്. നിങ്ങളെ വർക്കിടം വരെ എത്തി. എൻ്റെ ഈ ചെടി ഇവിടെ വെച്ചിട്ട് നല്ല രസമുണ്ടല്ലോ. ആ ഒറിജിനൽ ആട്ടോ, ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? അപ്പം നമുക്ക് ഫൈനലി എന്താവും നോക്കാം. ഇത് പെട്ടെന്ന് കൈയുണ്ട് അല്ലേ? ഇങ്ങനത്തെ സ്റ്റാൻഡും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യല്ലേ, ആർക്കും ആണെങ്കിലും. ഞാൻ എനിക്കും കൂടി എടുത്തേക്കും കേട്ടോ തസ്നിയെ. ചായ ബിസ്ക്കറ്റ് മാത്രമേ ഉള്ളൂ. കുടിക്ക്. ഇന്ന് വർക്കില്ലായിനോ? എന്തെന്നാ വർക്ക് ഉണ്ടായിരുന്നു, പക്ഷേ നീ ചെയ്തൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പേജ്. ഇതാണ് ഓക്കെ. അതിൽ നമ്മൾ ചെയ്തൊക്കെ ഒന്ന് കാണിക്ക്. ഇത് നമ്മള് ഏകദേശം ഈ ഒരു മോഡലാണ് ചെയ്യുന്നത്. ഏകദേശം ആ ഒരു മോഡലാണ്, പക്ഷെ അതിൽ കുറച്ച് റെഡ് കളർ ഫ്ലവേഴ്സ് കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്യാന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ആ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് റെഡ് കളർ കൂടെ കാണിക്കുന്ന റെഡ് കൂടി വരും. ഓ ആയിക്കോട്ടെ, അതോട് ആഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ. എല്ലാ വർക്കുകളും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ബർത്ത്ഡേ, ബ്രൈഡൽ ഷവർ, എല്ലാ വർക്കുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി ബീച്ചിലാണെങ്കിൽ ബീച്ചിലും ഫുള്ള് സെറ്റ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഔട്ട്ഡോർ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അഫോർഡബിൾ റേറ്റിന് തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ഒരു നോർമൽ റേറ്റ് ആണ് ഇടുന്നത്, ഓവർ റേറ്റ് ഒന്നും ഇല്ല. പിന്നെ സ്റ്റേജും ചെയ്യുന്നുണ്ട് കേട്ടോ. വലിയ സ്റ്റേജുകള് അതും എല്ലാം നമ്മള് മാരേജിന്റെ ഒക്കെ ചെയ്യുന്നുണ്ട്. പൂൾ പാർട്ടി എല്ലാം ചെയ്യുന്നുണ്ട്. പൂൾ പാർട്ടി ഇപ്പൊ അടുത്തൊരു പൂൾ പാർട്ടി KRF-ലായിരുന്നു ഇത് നടന്നത്. ഇത് നമ്മൾ ചെയ്ത വർക്കാണ്. എന്തായാലും എന്നാ ചായ കുടിക്കേ. ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുമ്പോ അതാക്കണം മുബാസ് കേക്കൊക്കെ ആയിട്ട് വന്നിക്കണം. ഇതിപ്പം മുബാസിന്റെ വക അയക്കല്ലോ അല്ലേ കേക്ക്? സെവനപ്പോ എന്തിനുള്ള മറ്റേ സാധനല്ലേ? എവിടുന്ന കേക്ക് വാങ്ങിയ? ഇവിടെ അടിപൊളി ആക്കിക്കണ്. രസല്ലേ? ഏതാ കേക്ക് വാങ്ങിയ നോക്കട്ടെ, അപ്പൊ കാണിക്കല്ലേ. ഞാൻ വിചാരിച്ചിരുന്നു ഇനി എന്തായി ഫോൺ എടുക്കാൻ ഞാൻ കൊറേ വിളിച്ചിരുന്നു. ഫ്രിഡ്ജിലേക്കാ. എന്തായാലും ഇതാക്കണ മുബാസ് കേക്കൊക്കെ വാങ്ങി വന്നിക്കണ്. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു ബേജാറുള്ളൂ. ഫുഡാണല്ലോ ഒന്നും ആക്കാണ്ടായിട്ട് വെളിച്ചല്ല. ഫുഡെന്തോ ആക്കാനല്ലേ നമ്മൾ നോക്കുക. അതിന് പുറത്തൊക്കെ കൊണ്ടുപോയി വാങ്ങി തരികയാണെങ്കിലൊക്കെ കേൾക്കും. ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ സന്തോഷം തോന്നി കഴിഞ്ഞിട്ട് എന്നോട് പോരാൻ പറഞ്ഞാലോ. ആയുഷ് ഇവിടെ ഇല്ല കേട്ടോ, ആയുഷ് സ്കൂളിൽ പോയിക്കാണ്. ആയുഷ് വരട്ടെ. ആയുഷ് വരുന്നതിന് മുമ്പ് വന്നിക്കാണെങ്കിൽ അതനുസരിച്ച് ചെയ്താൽ
ഇന്നെന്താ എന്തോ നല്ല ദിവസമായിട്ട് ബെഡ്റൂമൊക്കെ നന്നാക്കിയിട്ടിക്കണ്. നന്നാക്കി മീൻസ് ഓൻ്റെ ഒരു നന്നാക്കല് ഞാൻ പറഞ്ഞെന്ന് ബർത്ത്ഡേ ഒക്കെ അല്ലേ, ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ കൂടി തന്ന് പോയതാട്ടോ. അതായത് ഇതൊന്നും സംഭവം എന്തായാലും അറിയില്ല. ഞാൻ എന്തോ കേക്ക് വാങ്ങും അല്ലെങ്കിൽ സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും ഡ്രസ്സൊക്കെ കൊടുക്കുമെന്നൊക്കെ ആയിരിക്കും വിചാരിക്കുന്നത്. ഏതായാലും അതൊന്നും ഞാൻ വാങ്ങിയില്ല. ഇനി മുബാസിനോട് ചോദിച്ചു നോക്കട്ടെ ഒരു ഡ്രസ്സ് എന്തോ വാങ്ങിക്കൊണ്ടുവരാൻ കഴിയുമോന്ന്. കഴിയെങ്കിൽ ഇപ്പം ഞാൻ എന്ത് വാങ്ങിയാലും ഇത് പറ്റുകയില്ല, ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ മുബാസിനെ കൊണ്ടൊന്ന് നോക്കട്ടെ. ഓൻ വാങ്ങിക്കൊണ്ടുവരാണെങ്കിൽ നമുക്ക് അത് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സന്തോഷിപ്പിക്കട്ടോ. ഇപ്പോൾ മുബാസ് ഇപ്പോൾ പായസമൊക്കെ പ്രതീക്ഷിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാനൊരു ഗ്ലാസ് കോഫിയാണ് കൊണ്ടു കൊടുക്കുന്നത്. വിചാരിച്ചടാ ഇന്ന് പായസം ഉണ്ടെന്ന്. ഇന്ന് ശിശുദിനല്ലേ ഇവിടെ. കുറെ ആൾക്കാരൊക്കെ സ്റ്റാറ്റസ് ഇട്ട് എന്താ പറയാ ഹാപ്പി ശിശുദിനം എന്നൊക്കെ വെച്ച് ഞങ്ങൾ കാണണം. മുബാസ് ആണെങ്കിൽ നല്ല പണിയാ കൊടുത്തെങ്കിൽ എന്തേതാടോ സ്റ്റാറ്റസ് വെച്ച് ഓൻ എന്നെ കണ്ടുവന്നതിന് ശേഷം എന്റെ തലവും വെട്ടിയല്ലോ. എന്റെ പാവുണ്ട് കേട്ടോ. ഏതായാലും ഞാൻ അധികം കാണിക്കില്ല, എനിക്കായിരിക്കും കിട്ടുക. ഏതായാലും എവിടെ ഉള്ളതോനെ ഫുള്ള് എഡിറ്റിംഗ് ആണ്, രാത്രിയും പകലൊക്കെ തന്നെ. നല്ല തിരക്കാണല്ലോ ഞങ്ങൾക്കിപ്പോ. ഏതായാലും ഇങ്ങനെ കോഫിയൊക്കെ കുടിക്കുക. നമുക്ക് എന്തേതാ പ്ലാനിങ്? ഫുഡിന്റെ എന്തോ അറിയുന്നുണ്ടോ? ഈമലെത്തൂല ഞാന്. ഇതേതായാലും ഏകദേശം എത്രമ്മലെത്തിക്കിന്. കഴിയാനായോ എന്തെന്നാണ്? ഓക്കെ. ഫൈനലി ഇതാക്കുന്ന പോലെ ഇങ്ങനൊക്കെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് പോയിക്കണം കേട്ടോ, സെറ്റാക്കി പോയിക്കിന്. മുബാസ് ഇവിടെ ഉണ്ട്. ഞാൻ ഷെഫിനെ വിളിച്ചിക്കുന്നു കേട്ടോ. ആയിഷിനെ കൂട്ടാനും അയക്കണല്ലോ ഏകദേശം. അപ്പോൾ ഞാൻ വിചാരിച്ച് അത് പറഞ്ഞു കഴിഞ്ഞിട്ട് വിളിക്കാം. അപ്പോൾ ഏതായാലും ഫുഡ് കഴിക്കാനൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ വരാൻ മതി. ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് സുന്ദരിയായി നിൽക്കട്ടെ. ഞാൻ ഇതാക്കണ കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഇത് എൻ്റെ മുഖത്തൊക്കെ എന്തൊക്കെ ഉണ്ട്. എന്തേതിന് അടുക്ക് ഞാൻ ഇന്നൊന്ന് ഡ്രസ്സാക്കട്ടെ. ഇവിടെ വെക്കാന്ന് ഞാൻ പറയണേ. എന്തേലും വേണ്ടേ? ആ ക്യാമറ ഇത് വേണ്ടേ? എന്തേലും ഒന്ന് റെഡിയാ വീണ് പോവൂലേ? എനിക്ക് തോന്നുന്നു വീണ് പോകുന്നു. ഫ്രെയിം ആകട്ടെ. ഓ അപ്പൊ ഷെഫി വരുന്നുണ്ട്. ഞങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ട് സൈഡിൽ ആയിഷ മേടിച്ചില്ലേക്കും. ക്യാമറ അതിന്റെ സൈഡിൽ വീണോയിന് മക്കളെ. തീർന്നിക്കുന്നോ അതിലത്തെ? എന്റെ മോനെ സോപ്പും പൊടി. ഏതായാലും ഷാമ്പു ഇട്ടൊക്കെ കുടിക്കുക. അതിന്റെ ഇടയിൽ ക്യാമറ വീണു പോയിട്ടോ. എന്താ കുടുങ്ങിക്കണോന്ന് അറിയൂല. ക്യാമറ വീണോട് ഞാൻ അപ്പളേ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഒരു സാധനത്തിന്മേൽ ഓൻ വെച്ചത്. എന്ത് എങ്ങനെയുണ്ട്? ഇതൊക്കെ ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിച്ച് ചെയ്യിച്ചതാ മകനെ. കേക്കൊക്കെ ഞങ്ങളുടെ സെറ്റാക്കി റെഡിയാ. ഗിഫ്റ്റ് വാങ്ങാനായില്ല, വേറെന്തെങ്കിലും ഇതൊന്നും മൂത്ത് കാക്കാറ്റോ. കൈ മാത്രം എന്നിട്ട് തല എന്താക്കാ? എന്താ കഴിച്ചോട്ടെ. ഏതായാലും നമുക്കൊന്ന് മാറ്റി, നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് കേക്കൊക്കെ കട്ട് ചെയ്യാം. പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊന്നും കൊണ്ട് വാ. കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട്. വേഗം വാ. കുറച്ച് സ്റ്റാറ്റസ് ഒക്കെ കാണുന്നുണ്ടായിരുന്നൊക്കെ. ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് എനിക്ക് അറിയേണ്ടതുണ്ട്.
ഐഷു എന്താ ആരെന്താക്ക ഡാന്റെ ടർക്കി ഒന്ന് എടുത്ത് കൊണ്ടാ കൊടുക്ക് ഐഷു. പരിപാടി ഉണ്ട്, ഫുഡ് ഇതൊക്കെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് പോലില്ലേ? അല്ലടാ പുറത്തുനിന്ന് ഫുഡ് കഴിച്ച് മടുത്തില്ല. എനിക്ക് നിങ്ങളോടാ ചോദിക്കാനുള്ള. ഇങ്ങനത്തെ ദിവസം പിന്നെ കിട്ടൂലല്ലോ. അപ്പൊ നേരത്തെ പോലെ ഡെക്കോറാര് വന്നീന് തെസ്നിയൊക്കെ വന്ന പോലെ ഒരു ഫുഡ് ചോദിച്ചിട്ട് വരെ കൊടുക്കാനായില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ഷെഫി വന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് പച്ചക്കറിയും ചോറ് അവളെങ്ങനെയാണ് കൊടുക്കാന്ന് വിചാരിച്ച്. ഏതായാലും മെനി മെനി ഹാപ്പി റിട്ടേൺസ് മൈ ഡിയർ. ഏതായാലും ഇങ്ങനെ ഒരു സർപ്രൈസ് എനിക്ക് വേണ്ടിയിട്ട് തന്ന ക്ഷമിക്കും മുബാസ് ഉണ്ടോ? മുബാസിന് ചെറിയ വാവക്കും എല്ലാവർക്കും ഓക്കെ എല്ലാവർക്കും ഒരുപാട് കൂടിയാണ് നമ്മുടെ ശക്തി. അപ്പം എന്താ പറയാ എന്റെ ലൈഫിൽ അങ്ങനെ സർപ്രൈസ് ആയിട്ട് കഴിഞ്ഞ വർഷം ഞാനാന്ന് തോന്നുന്നത് പിന്നെ കിട്ടിയ ഇതിന്റെ മുമ്പേ ഇങ്ങനെ ഒരു ഹൈലൈറ്റ് ആയിട്ട് ഒന്നും വന്നില്ല. ഏതായാലും ഒരുപാട് സന്തോഷം. ഏതായാലും ഇതിന്റെ അടുത്ത് നിന്നു പറഞ്ഞോടായിനോ? അതിൽ കുളിച്ച മാറ്റിട്ട് നമുക്ക് അടിപൊളിയാക്കാം. ഡ്രസ് ചെയ്താ പോലെ കുളിച്ചണ്ടല്ലോ. അതാ ബേക്കിലൊക്കെ ഉണ്ട്. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി സെറ്റായി കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു സാധനമാണ് ഗൈസ് ഇത് ഞാൻ എന്താ പറയാ ഇത് കേക്കൊക്കെ ഞാൻ വിചാരിച്ചിരിക്കണു. പക്ഷേ കേക്കൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ ബർത്ത്ഡേ പ്രതീക്ഷിച്ചാണ്. പക്ഷേ ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിക്കാത്തത് കണ്ടപ്പോൾ ഏതായാലും സന്തോഷമായി. പിന്നെ ഗൈസ് അങ്ങനെ ഇവിടെ ഓരോന്ന് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് മുബാസ്. ഓരോന്ന് കളറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്യാൻഡിലൊക്കെ വെച്ച് ഇങ്ങനെ തീ കൊടുത്ത് ഇതിന്റെ മുബാസ് മറ്റേതുപോലെ കൊമ്പ് പോലെ രണ്ടെണ്ണോ പോത്തിന്റെ കൊമ്പ് പോലെ അങ്ങനെ തെറക്കിനതാ. ചെമ്മിയേ അന്നോട് പോകാതെ വന്നു. സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് കത്തില്ലല്ലോ ബാസേ? അടിയിലെ ശീല വെച്ചാട്ടോ അത് കത്തൂലല്ലോ ബാസേ? നമ്മൾ നോക്കി ഏതായാലും. ഓക്കെ ഐഷു ഹാപ്പി ബർത്ത്ഡേ പറ ഡാഡനോട്. ഇങ്ങോട്ട് നോക്ക് ഡാഡനോട് ഹാപ്പി ബർത്ത്ഡേ പറയില്ല. കുട്ടി പറയില്ല. അത് നെറ്റിമ എന്താ കൊതുക് അടിച്ചീനോ? ഓ ഇതാ നോക്ക് കൊതുക്. മറ്റേ ബ്ലാക്ക് ഫോറസ്റ്റ് അല്ലെ വൈറ്റ് ഫോറസ്റ്റ് അങ്ങനത്തെ ഏതെങ്കിലും ആയിരിക്കും. അങ്ങനെ ആയിരിക്കും. അല്ലാണ്ട് അതിന്റെ അപ്പുറത്ത് മുബാസ് അല്ലേ വാങ്ങി അതിന്റെ അപ്പുറത്ത് അതാണോ? ഏതാ മൊത്തം ഫ്ലോ പോയി. അല്ല അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും. ബ്ലാക്ക് ഫോറസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ ഷെഫി. താങ്ക് യു ഡാമത്തെ. ഓക്കെ അപ്പൊ ഏതായാലും നമ്മൾ കട്ട് ചെയ്യും കേട്ടോ. ഇത് നല്ല രസമുണ്ടല്ലോ കേക്ക് കാണാൻ ഉപാസ. അതിന്റെ സെലക്ഷൻ ഏതായാലും കാരണം ഒരുപാട് ഡിസൈൻസ് ഉണ്ടെങ്കിലും അതിൽ നിങ്ങൾ സെലക്ട് ചെയ്തില്ലേ അതിന് ഇഷ്ടമായി. സിമ്പിൾ ആയിട്ട് കാരണം നമുക്ക് അധികം മധുരം കൂട്ടൂലല്ലോ. വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. നമ്മള് സഫരി എന്താ സഫരി എന്ന് പറഞ്ഞാൽ പാർസൽ ആക്കുക. സൈഡിൽ കൂടെ പാത്രം അല്ല കട്ട് ചെയ്യുമ്പോ ഫോട്ടോ കേട്ടോ ഏതൊക്കെ ഒരുപാട് ദീർഘായുസ് ആരോഗ്യത്തോടെ കൂടി ഈ യുവാവിനെ കൊടുക്കട്ടെ പഠിച്ചോനി. ഞാനാ പറയാൻ വരെയോ ബാപ്പയും മക്കളും ഉമ്മയും കൂടി ഒക്കെ കൂടി തല്ലൂടി അവിടെ ഇരിക്കുന്നത്. സബരി അല്ല ഞാൻ അടുത്ത് കൊണ്ട് വെച്ചാ ഞാൻ സബ്സ്ക്രൈബിന് ഏറ്റവും താല്പര്യമുള്ളത് ആയിഷന് കൊടുക്കാനാ.
അപ്പൊ ഇതെല്ലാവർക്കും ഒരു മുബാസിന് അല്ല ഞാനല്ലേ കൊടുക്കേണ്ടത് മുബാസിനല്ല ഞാൻ സബ്സ്ക്രൈബേഴ്സിന് ഫസ്റ്റ് മുബാസ് മുബാസ് എന്തോ ഇതൊക്കെ ഒരു വൃത്തികേടുണ്ട് മുബാസ് കൈ കൊണ്ട് ചവിട്ടാ പിന്നെ നിങ്ങളൊക്കെ ഒരുപാട് പ്രാർത്ഥനകളാണ് നമ്മുടെ വിജയം ലക്ഷ്മി ഓക്കെ. അപ്പൊ ഏതായാലും ദീർഘായുസിനും ആരോഗ്യത്തിനും ആപ്യത്തിനും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കും. തിരട്ട പഠിച്ചോനെ അതന്നെ വേറൊന്നും പറയാനില്ല, വാക്കുകളില്ല. പിന്നെ ഗിഫ്റ്റ് ഒന്നും എനിക്ക് കൊടുക്കാനായില്ല കേട്ടോ. അത് അതിന് കുഴപ്പമൊന്നുമില്ല. ഇതന്നെ അടിപൊളിയാക്കിട്ട് മുബാസെ ഒരു സാധനം ഞാൻ എന്തായാലും വാങ്ങണമെന്ന് വിചാരിച്ചിന്. അപ്പൊ കാണിക്ക് ഷെഫ് ഇല്ലാണ്ട് പുറത്ത് പോയി അങ്ങനെ അതൊക്കെ ഇതിന്റെ ഒരു കളി. മേലാക്കല്ലേ കേട്ടോ. പോയി വാങ്ങാനായി. ഷെഫിന്റെ ബർത്ത്ഡേ എന്റെ ഗിഫ്റ്റ് ഉണ്ട്. എന്താ ഇത് മതി മുബാസെ, ഇതന്നെ മതി, ഇതന്നെ അടിപൊളി. ഞാൻ ഹാപ്പിയാണ്. ഓക്കെ സെറ്റല്ലേ? ഓക്കെ. അപ്പൊ ഇൻഷാല്ലാ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സന്തോഷം. ഓക്കെ ഇൻഷാല്ലാ നാളെ കാണട്ടെ. ബൈ ബൈ.